ആരും ചായ കടിയൊന്നും എടുക്കണില്ലേ? കടി കണ്ട് എടുത്തോട് സെൽമോ. എന്താ തിരിച്ചൊരു ഗ്ലാസ് ചായയും കുടിച്ചാണ്ടിരിക്കണേ? എന്തെങ്കിലുമൊക്കെ എടുത്ത് തിന്നോട്. പറയണ പോലെ നിങ്ങൾ രണ്ടാളും എന്താ ചായയും കുടിച്ചിങ്ങാണ്ട് നിക്കണ്? അതൊക്കെ എടുത്ത് കഴിച്ചോളേ. ഞങ്ങളിപ്പോ ചായ കുടിച്ചിങ്ങാണ്ട് ഇങ്ങോട്ട് ഇറങ്ങിയതല്ലേ, അതാ കടിയൊന്നും എടുക്കാത്തത്. ഇതൊക്കെ എടുത്ത ചള കുഞ്ഞോളെ, ചായ മാത്രം മതി. എന്നാലും ഒരു കണ്ടും ബിസ്ക്കറ്റെങ്കിലും എടുക്ക്. എന്തെങ്കിലും എടുത്ത് തിന്നില്ലയോ? ഇപ്പൊ ഒന്നും വേണ്ടഞ്ഞിട്ടമ്മ, ഇനി അമ്മയുടെ സന്തോഷത്തിന് വേണമെങ്കതാ ഞാൻ ഒരു ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്, അത് മതി. അല്ല സൽമാത്ത, കാക്ക എടുക്ക അർജന്റായിട്ട് ആരിസ്കാനെ വിളിച്ചാണ്ട് പുറത്തേക്ക് പോയത്? എന്തെങ്കിലും കാര്യമുണ്ടാ? അതൊക്കെ പറയൂ കുഞ്ഞോളെ. ജാതി ഇതൊക്കെ കൊണ്ടുപോയി എടുത്തു വെച്ചാളെ. വെറുതെ കാറ്റ് കൊണ്ടിട്ട് തണുക്കാൻ നിൽക്കണ്ടല്ലോ. ചെല്ല്. ഇന്നാ പിന്നെ കൊണ്ടുവച്ചാളെ കുഞ്ഞോളെ. ഓൾക്ക് വേണ്ടച്ചാ പിന്നെ ഇപ്പം എന്താ കാട്ടുക? എന്നാ ചായ കുടിച്ചാളെ, കടിൻ്റെ എടുത്തച്ചാളെ. എന്നാല് എന്നാ പിന്നെ ഞാൻ അത് കൊണ്ടുവച്ചിട്ട് വരാം. നിങ്ങൾ രണ്ടോളം റൂമിലേക്ക് ഇരുന്നോളി, ഇവിടെ നല്ല ചൂടാണ്. അല്ല, കുറച്ചേരം ആവില്ല രണ്ടാളും മുഖത്തോട് മുഖം നോക്കിയിരിക്കണേ. എന്തോ പറയാനുള്ള പോലെ. ഇതിലും അർത്ഥം എന്തോ കാര്യം പറയാണ്ടെന്ന് പറഞ്ഞല്ലോ. എന്താ സൽമാത്ത? ആദ്യത്തെ കല്യാണം വിളിക്കല് ഇവിടെ തന്നെ തുടങ്ങാച്ചിട്ടാവൂല്ലോ സൽമുവോ? കുഞ്ഞോട് ഇന്നലെ പറഞ്ഞിട്ടുള്ളൂ രാത്രിയില്, നമ്മളടുത്ത ബന്ധുക്കാരായതുകൊണ്ട് ഇവിടെ തന്നെ ആവും ആദ്യത്തെ കല്യാണം വിളിക്കല് എന്ന്. ഇനിയിപ്പോ ദിവസം അതിനാണ്ടില്ലല്ലോ. എന്നാ പിന്നെ തുടങ്ങിക്കോളി. എന്നാ വിളിച്ചോട് സൽമാത്ത. നന്നായിട്ട് വിളിച്ചില്ലാന്നുണ്ടെന്നുണ്ടെങ്കിലേ ഞങ്ങൾ ആരും കല്യാണത്തിന് വരൂല, അല്ലമ്മ? ഒന്ന് പോടി പെണ്ണ അവിടുന്ന്. ഓൾ എന്നെ കളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാട്ടെ സെൽമോ. ഇവിടെ ഇപ്പൊ നിങ്ങള് വന്നാലും വന്നില്ലെങ്കിലും പറഞ്ഞാലും ഇല്ലെങ്കിലും റിയക്കുട്ടി ഞങ്ങളോടത്തും കൂടി കുട്ടി തന്നെയല്ലേ. അതുകൊണ്ട് ഒരു 3-4 ദിവസം മുന്നേ ഞങ്ങളെല്ലാരും അവിടെ തന്നെ ഉണ്ടാവും. നോക്കൂ കുഞ്ഞോളെ, നിങ്ങൾ രണ്ടാളും കരുതും പോലെ ഞങ്ങൾ കല്യാണം പറയാൻ വേണ്ടി വന്നതല്ല, അത് നടക്കൂല എന്ന് പറയാൻ വന്നതാ. എന്താ കുട്ടിയച്ചി പറഞ്ഞത്? എന്താ സൽമോ, കല്യാണം നടക്കൂലെന്നാ? അതെന്താ? ഒരു പ്രശ്നമുണ്ട് ഉമ്മ, ഞങ്ങളത് നേരിട്ട് വന്ന് ഇവിടെ പറയാലോ എന്ന് വെച്ചിട്ടാ വന്നതന്നെ. എന്ത് വർത്താന ദിലുജി പറഞ്ഞത്? എന്താ സൽമാത്ത, നിങ്ങൾ കാര്യം വെച്ച് പറഞ്ഞാണേ. ഇനിയൊന്നും ഉണ്ടാതിരുന്നിട്ട് എന്താ സൽമാത്ത? ഉള്ള കാര്യം എന്താ വെച്ചാൽ എപ്പോഴായാലും തുറന്നു പറയണ്ടേ? ഞാൻ പറയാ കുഞ്ഞോളെ.
എന്തൊക്കെ സൽമാത്തായി കേൾക്കണത്? നേരെന്നെയാണോ ഈ പറഞ്ഞതൊക്കെ? അതെ കുഞ്ഞോളെ, ഒക്കെ എൻ്റെ തെറ്റന്നെ. എൻ്റെ കാക്കാക്ക് എന്തെങ്കിലും വന്നു പോകുമെന്നുള്ള പേടിയോണ്ട് റീമോളെ കൊണ്ട് ഞാനാ നിർബന്ധിച്ച് ഒക്കത്തിന് സമ്മതിപ്പിച്ചത്. ഇതെല്ലാം കൂടി ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഓലെ അറിയിച്ചിക്കണ സൽമോ? ഇല്ല, ആദ്യം ഇവിടെ വന്ന് ഇങ്ങളോടൊക്കെ ഉള്ള കാര്യം എന്താ വെച്ചാൽ പറഞ്ഞിട്ട് ശേഷം ഓലെ വിവരം അറിയിക്കാലോ എന്ന് വെച്ച്. അതുകൊണ്ടാ ഞങ്ങൾ രാവിലെ തന്നെ അങ്ങോട്ട് പോകുന്നത്. ഈ കാര്യം ആരിസിനോടും കൂടി പറയാൻ വേണ്ടിട്ടാ കാക്ക ആരിസിനേറ്റ് പുറത്തേക്ക് പോയിക്കണത്. എൻ്റെ പഠിച്ചോനെ, വല്ലാത്തൊരു കഷ്ടമായിപ്പോയല്ലോ അമ്മ. ഇനിയിപ്പോ അമ്മാനോടും മറ്റുള്ളവരോടൊക്കെ നമ്മൾ എന്താ ഇപ്പൊ പറയാ? ഓലോടെ പോയി ഞങ്ങൾ തന്നെയുള്ള കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞോളെ കുഞ്ഞോളെ. ആ കാരണം കൊണ്ട് നിങ്ങൾക്ക് ആർക്കൊരു ബുദ്ധിമുട്ടില്ലാണ്ട് എന്താ വേണ്ടിച്ച ഞങ്ങൾ നോക്കിക്കോളാം. കാക്കി ആരിസും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് ഞങ്ങൾ ഇപ്പൊ തന്നെ അങ്ങോട്ട് പോവാലോ എന്ന് വിചാരിച്ച് നിൽക്കുക. പക്ഷേങ്കിൽ സെൽമോ, ഓല് ഏറെക്കുറെ കല്യാണമൊക്കെ വിളിച്ചു തുടങ്ങിക്കണെന്നാ ഇന്ന് രാവിലെ ആരിസിന്റെ അമ്മായി വിളിച്ചപ്പോ പറഞ്ഞത്. ഇനിയിപ്പോ ഇതൊക്കെ പാടി ഉണ്ട് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ആവുകയാണാവോ? ഇജി വിചാരിക്കും പോലെയല്ല സെൽമോ. ആരിസിന്റെ അമ്മായി എന്ന് പറഞ്ഞാലേ ഒരു പ്രത്യേക സ്വഭാവക്കാരിയാണ്. സ്നേഹിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണേനോ. പിണക്കി കഴിഞ്ഞാൽ പിന്നെ തൊള്ളേന്ന് പോണ വർത്താനം എന്തൊക്കെയെന്ന് പറയാൻ പറ്റൂല. ഇനിയിപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടാണ്ട് ചെന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തൊക്കെ പറഞ്ഞിപ്പാട്ട് പാടുവാണാവോ? വേറൊരു കാര്യം കൂടി ഉണ്ട് കുഞ്ഞോളെ. ഈ ചെക്കനും കൂട്ടരും മുതല് മോഹിച്ചിട്ടാ ഇങ്ങനൊരു കാര്യമായിട്ട് വന്നിക്കണെന്നാ റിയമോള് പറയണത്. പെണ്ണ് കാണാൻ വന്നന്ന് ആ ചെക്കൻ അവളോട് സംസാരിച്ചപ്പോഴേ ഓൾക്ക് അങ്ങനെ ഫീൽ ചെയ്തു പോലും. അതെന്താ ഓൾക്ക് അങ്ങനെ ഒരു തോന്നല്? അതിന് നമ്മൾ അവളോട് ഇതുവരെ മുതല് സ്വർണ്ണം റിയക്ക് കൊടുക്കാനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. പിന്നെന്താ റിയക്ക് അങ്ങനെ തോന്നാന്? അങ്ങനെ പണ്ടും മുതലും മോഹിച്ചു വരുന്നവരാണിച്ചാല് നമ്മൾ ഈ കല്യാണക്കാര്യത്തിന് ഒരുങ്ങൂല എന്നുള്ളത് അനക്കും അറിയാലോ കുഞ്ഞോളെ. ഇതിപ്പോ റിയമോൾക്ക് ആ ചെക്കനായിട്ടുള്ള അന്നത്തെ വർത്താനം തന്നെ തീരെ പറ്റിയിട്ടില്ല എന്നാ ഓള് പറഞ്ഞത്. ഞങ്ങളാ മുന്നും പിന്നൊന്നും ആലോചിക്കാണ്ട് ഈ കാര്യം ഇത്രയും വരെ കൊണ്ടെത്തിച്ചത്. ഓൾക്ക് പറ്റാതിരിക്കാനുള്ള കാരണം എന്താന്ന് സൽമാത്ത പറഞ്ഞപ്പോ ഞങ്ങൾക്ക് മനസ്സിലായല്ലോ. പക്ഷേ ആ ചെക്കൻ ഓളോട് മുതലിനെ കുറിച്ചും പണ്ടത്തിനെ കുറിച്ചൊക്കെ ചോദിച്ചെന്നൊക്കെ ഓള് പറഞ്ഞത് ഉള്ളതൊക്കെ തന്നെയാണോ? അതോ ഇനിയിപ്പോ ഈ കല്യാണം എങ്ങനെയാണ് മുടങ്ങി പോട്ടെ വെച്ചിട്ട് ഓളില്ലാത്ത കാര്യം എന്തെങ്കിലും പറഞ്ഞതാണോ? അതിന് അവര് ശ്രീധനെ മുതലൊന്നും ചോദിച്ചെന്ന് തർപ്പിച്ച് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല കുഞ്ഞോളെ. റിയമോൾ ഇങ്ങനെ ഒരു സംശയം പറഞ്ഞപ്പോ അത് നിങ്ങളോടും കൂടി ഒന്ന് പറയാന്ന് വെച്ച്, അത്രേ ഉള്ളൂ. എന്തായാലും ഉള്ള സമാധാനം പോയിന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇന്നെന്താ ആലോചിക്കണ്? ഓലോടൊക്കെ നമ്മൾ ഇന്നെന്താ മറുപടി പറയാന്നാണോ? അതല്ല കുഞ്ഞോളെ, ഇന്ന് രാവിലെ അമ്മായി വിളിച്ചപ്പോഴേ കല്യാണക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതിന്റെ കൂട്ടത്തില് റിയക്ക് സ്വർണ്ണൊക്കെ എടുത്തോ, എത്ര പവന എടുക്കണ്, എത്ര പവന കൊടുക്കണെന്നൊക്കെ പിന്നെയും പിന്നെ എന്നോട് ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോ റിയമോള് പറഞ്ഞ പോലെ അങ്ങനെ വല്ല പൂതി പോലെ ഉള്ളിലുണ്ടാവുമോ? പെണ്ണ് കാണാൻ വന്നന്ന് ആ ചെക്കനും റിയനോട് മുതലിന്റെയും പണ്ടത്തിന്റെയും കാര്യങ്ങളൊക്കെ തന്നെ കൂടുതൽ വർത്താനം പറഞ്ഞെന്നാ ഓള് പറഞ്ഞത്. അങ്ങനെ എണിച്ചാ നമുക്കിതൊന്നും അറിയുന്നതാണല്ലോ. ഇമ്മാക്കും കൂടി അങ്ങനെ ഒരു സംശയം തോന്നിയ സ്ഥിതിക്ക് റിയമോള് പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും തന്നെ എനിക്കും തോന്നുന്നത്. അങ്ങനെ വെച്ചാല് ഈ കല്യാണം നടക്കൂലെന്ന് എങ്ങനെ അവരോട് പറയാന്നൊക്കെ പേടിച്ചിരിക്കേണ്ട ഒരു കാര്യമില്ല സൽമാത്ത. ശ്രീധരൻ ചോദിച്ചു വരുന്നവർക്ക് പെണ്ണില്ല എന്നുള്ളത് അവരുടെ മുഖത്ത് നോക്കിയിട്ട് തന്നെ നമുക്ക് പറയണം. അങ്ങനെയുള്ളവർക്കൊന്നും ഒരു കാലത്തും പെണ്ണു കൊടുക്കരുത്. ഇജ് പറഞ്ഞതൊക്കെ നേരെ തിലുവോ? പക്ഷെങ്കിൽ നമ്മളെ ഈ സംശയമൊക്കെ സത്യമാണോന്ന് ആദ്യം അറിയണ്ടേ? ഞാനപ്പ അമ്മായി ചോദിച്ചതൊക്കെ ഒരു നിസാരായിട്ടാ എടുത്തത്. അതിനെക്കുറിച്ചൊന്നും ഒക്കെ അറിയില്ലട്ടാ, ഞാനൊന്നും ചോദിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു സാധാരണ പോലെയാണ് തള്ളിക്കളിയാ ചെയ്തത്. പക്ഷേങ്കിപ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടപ്പോഴേ എൻ്റെ ഉള്ളില് അങ്ങനെ ഒരു തോന്നല്. അത് മാത്രല്ല, ആരിസിന്റെയും കുഞ്ഞോളും കല്യാണ സമയത്തെ ഇവിടുത്തെ പാക്കും ആരിസിനൊന്നും
നിങ്ങൾ തരുന്ന പണ്ടും മുതലൊന്നും വാങ്ങണോണ്ട് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അന്ന് ഇവിടെ കോലാഹലങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഞങ്ങൾ ആ കാര്യങ്ങൾ അന്ന് വിട്ട് പറഞ്ഞത് തന്നെയല്ലേ. അപ്പോൾ ആരിസിൻ്റെ അമ്മായിക്കാക്കും തന്നെയാണ് കിട്ടണ മുതലൊന്നും വെറുതെ കളയണ്ട, ഭാവിയിൽ അത് ഓൽക്കന്നെയല്ലേ ഉപകാരപ്പെടുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുത്തെ പനക്കൊണ്ട് അന്നത് മുടക്കാൻ സമ്മതിക്കാഞ്ഞതും അവിടുത്തെ ബ്രോക്കറോട് ഈ മുതലിൻ്റെയും പണ്ടത്തിൻ്റെയും കാര്യങ്ങളൊക്കെ അന്ന് വർത്താനം പറഞ്ഞതൊക്കെ അമ്മായിക്കാക്ക് തന്നെയാണ്. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഓലിക്കുള്ളിൽ ചിലപ്പോൾ മുതൽ കിട്ടിക്കൂടായിക്കൂടെ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ തോന്നലുണ്ടാവും ചിലപ്പോട്ടാ. അങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം ഈ വഴിയൊന്ന് ചരിഞ്ഞു നോക്കിയാലോ. കല്യാണം മുടങ്ങാനായിട്ട് ഇതൊരു കാരണമാവുച്ചാൽ എന്നാ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ പ്രശ്നമില്ലാണ്ട് ഈ കാര്യം പറഞ്ഞിട്ട് തന്നെ നമുക്ക് ഈ കല്യാണം അങ്ങോട്ട് വേണ്ടാന്ന് വെക്കാലോ. നിങ്ങൾ പറയും പോലെ മുതൽ മോഹിച്ച് വരുന്ന ആൾക്കാർക്ക് പെൺകുട്ടികളെ കൊടുക്കന്നെ ചെയ്യരുത് എന്നുള്ളൊരു അഭിപ്രായക്കാരി തന്നെയാണ് ഞാനും. ഇനിയിപ്പോൾ റിയമോള് പറഞ്ഞ പോലെ ഓൾ ഇങ്ങനെ ഒരു പൂതി ഉള്ളിൽ വെച്ചിട്ടാണ് ഈ കല്യാണത്തിന് മുതിർന്നിക്കണെന്ന് വെച്ചാലേ അങ്ങനെയുള്ളൊരു കൂട്ടക്കാർക്ക് റിയമോളെ കൊടുക്കണോണ്ട് നിൽക്കും വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെ വെച്ചാൽ നിങ്ങൾ ഓലെ മുഖത്ത് നോക്കിയിട്ട് തന്നെ ഇപ്പം ഈ കാര്യം വേണ്ടാന്ന് പറയുകയാണെന്ന് വെച്ചാലോ നിക്കതിൽ വലിയ ഇടങ്ങറൊന്നും തോന്നാനും ഇല്ല. പക്ഷേ അതിന് മുന്നേ ഈ കാര്യങ്ങളൊക്കെ ഉള്ളതാണോ എന്നുള്ളത് നേരാമണ്ണം അറിഞ്ഞിട്ട് മതി. അല്ലാച്ചാ പിന്നെ ഈ ഒരു കാര്യം മതി എല്ലാ കൂട്ടും കുടുംബം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തെറ്റാനായിട്ട്. ഇമ്മ പറഞ്ഞതാ ശരി സൽമാത്ത. ആദ്യം നമുക്കിതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയണം. അല്ലാണ്ട് ഈ കാര്യം പറഞ്ഞെങ്ങാണ്ട് നമുക്ക് ഈ കല്യാണം ഒഴിയാൻ അങ്ങനെ പറ്റൂലല്ലോ. പ്രത്യേകിച്ച് അമ്മായിയുടെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പാക്ക് ആകുള്ളൊരു പെങ്ങളാണ്. അമ്മായിനെ ഈ കാര്യം പറഞ്ഞ് പിണക്കി കഴിഞ്ഞാൽ അത് പിന്നെ ഇപ്പാക്കും കൂടി ഒരു ബുദ്ധിമുട്ടാവും. ആദ്യം കാര്യത്തെക്കുറിച്ച് നന്നായിട്ട് ആലോചിച്ചിട്ട് മതി സൽമാത്ത. അല്ലച്ചാ പിന്നെ റിയയുടെ ഈ കാര്യങ്ങൾ നിങ്ങൾ തന്നെ ഓലോടെ പോയിട്ട് പറയേണ്ടി വരും. എന്തായാലും എല്ലാ കുടുംബങ്ങളും തമ്മിൽ പ്രശ്നവും കാര്യമൊന്നും ഇല്ലാണ്ട് ഒക്കെ ഒത്തുതീർപ്പായാൽ മതിയായിരുന്നു. ഓലാണിച്ചാൽ ഒരുവിധം എല്ലാവരോടും കല്യാണം പറയൽ തുടങ്ങും ചെയ്തിക്കണം. കുറച്ചും കൂടി നേരത്തെ അറിയാണിച്ചാൽ ഇത്ര ടെൻഷൻ ഉണ്ടായിരുന്നില്ല എനിക്ക്. ഒക്കെ ഞങ്ങൾക്കറിയാം കുഞ്ഞോളെ. ഞങ്ങളെല്ലാവരും ഇന്നലെ മൊത്തം അതിനെ കുറിച്ചിട്ട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നതും ഒക്കെ എൻ്റെ ഭാഗത്ത് വന്ന് തെറ്റാ. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കിപ്പോൾ വേഗം പറ്റുച്ച അമ്മായിനൊന്നും അങ്ങോട്ട് വിളിച്ച് വരുത്തുക. അതിന് പറ്റുമമ്മ. കുഞ്ഞോളും ഉമ്മയും കൂടി സഹകരിക്കുകയാണെന്ന് വെച്ചാൽ നമുക്കത് ഇലക്കും മുള്ളിനൊന്നും കേടില്ലാത്ത രീതിയിൽ ഈ വഴിക്ക് പോകുകയാണെന്ന് വെച്ചാൽ നിർത്താൻ പറ്റും. ഇച്ച് പറഞ്ഞതൊക്കെ കൊള്ളാം. പക്ഷേ ഇതൊക്കെ നമ്മൾ വിചാരിക്കും പോലെ ഇങ്ങനെയാണെങ്കിലല്ലേ നടക്കുള്ളൂ. അതല്ലാച്ചാൽ സംഗതി ആകെ കയ്യിൽ നിന്ന് പോകില്ല സൽമാത്ത. റിയയുടെ ഈ കാര്യം പറഞ്ഞിട്ട് നമ്മൾ ഒഴിവാകുമ്പോൾ ഇനിയിപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണാവോ. പ്രത്യേകിച്ച് ഈ കല്യാണം മുടങ്ങിയതിൻ്റെ പേരിൽ അമ്മായി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഉപ്പാക്കും കൂടിയും വലിയ സങ്കടം ഉണ്ടാക്കും. എങ്ങനെയായാലും ഇപ്പാൻ്റെ പെങ്ങളല്ലേ. ഇച്ചിങ്ങനെ ടെൻഷൻ ആവാണ്ടിരിക്കും കുഞ്ഞോളെ. ആദ്യം ഹാരിസിനെ വിളിച്ചിങ്ങാണ്ടേ കാക്കാനും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരാൻ പറയും. ബാക്കിയൊക്കെ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം. എന്നാ പിന്നെ ഇജ് ഹാരിസിനെ വിളിച്ചിങ്ങാണ്ട് ഇങ്ങോട്ട് വരാൻ പറയും കാക്കാനും കൂട്ടിങ്ങാണ്ട്. ഞാൻ അമ്മായിക്ക് വിളിച്ചിങ്ങാണ്ടേ ഇവിടെ വരെ വരാൻ പറ്റുമെന്ന് ചോദിച്ചു നോക്കാം. ഓല ഉള്ളിൽ ഇനി അങ്ങനെ പണ്ടത്തിൻ്റെ മുതലത്തിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളുണ്ട് വെച്ചാൽ ഇപ്പം തന്നെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തീർക്കുക നല്ലത്. ഇനി അതല്ല വെച്ചാൽ പിന്നെ നിങ്ങൾ അമ്മായിനെയും കൂട്ടിങ്ങാണ്ട് ചെക്കൻ്റെ പെരയിൽ പോയിട്ട് മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ ആ കാര്യങ്ങൾ ഇനി ഇവിടെ വെച്ച് പറഞ്ഞിട്ട് ഒച്ചയും വിളി ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കണ്ടല്ലോ. ആദ്യം നമുക്ക് ഈ മുതലിൻ്റെ മട്ടത്തിൻ്റെയും കാര്യങ്ങൾ എന്തൊക്കെയാ വെച്ചൊന്ന് ചോദിച്ച് തീരുമാനമാക്കാം. ഞാൻ അമ്മായിക്കൊന്ന് വിളിച്ചു നോക്കട്ടെ. ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കണു. നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേര് എൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ തിരക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു, ജൈവോ ഓക്കെ ആയോ, പിന്നെ ചിക്കൻ ബോക്സും കാര്യങ്ങളൊക്കെ മാറിയോ എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ സുഖവിവരം അന്വേഷിച്ചിട്ടുള്ള എല്ലാവരോടും ഒരുപാട് എന്താ പറയുക താങ്ക്സും സന്തോഷമൊക്കെ അറിയിക്കാനുണ്ട്. കാരണം നമുക്ക് വയ്യാണ്ടാകുമ്പോൾ നമ്മളെ ഫാമിലിയുള്ളവർ, നമ്മളെ കുടുംബത്തിലുള്ളവർ നമ്മളെ വിശേഷങ്ങൾ അന്വേഷിക്കണ പോലെ തന്നെയാണ് ഇപ്പം നിങ്ങളും പിന്നെ നമ്മളെ വിശേഷങ്ങളും കാര്യങ്ങളും പിന്നെ ദുആയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതും
വിശ്വാസവും ഒക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമായി. കുറേ ആൾക്കാർ പ്രാർത്ഥിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായിട്ട്. അപ്പം നിങ്ങളെല്ലാവരും പ്രാർത്ഥനയും കാര്യങ്ങളോട് തന്നെ ആയിരിക്കും. അൽഹംദുലില്ലാ ഞാനിത് എത്രയും പെട്ടെന്ന് തന്നെ ഓക്കെ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല, എല്ലാം ലെവലായിട്ടുണ്ട് കേട്ടോ. പിന്നെ ചിക്കൻ ബോക്സിൻ്റെതായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അൽഹംദുലില്ലാ ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മൾ ചിക്കൻ ബോക്സും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം നമ്മളെ കുറേ വീഡിയോസും കാര്യങ്ങളും ഒക്കെ പെൻഡിങ് ആണ്. റിയയുടെ എപ്പിസോഡുകൾ തന്നെ കുറേ മുടങ്ങി കിടക്കുകയാണ്. അപ്പം ഇൻഷാ അല്ലാഹ് ഓരോന്നായിട്ട് ഇനി മാക്സിമം നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇനിയിപ്പോൾ ചിലപ്പോൾ കുറച്ച് ചെറിയൊരു ബ്രേക്കും കൂടി എനിക്ക് ഇതിൻ്റെ എടുക്കേണ്ടി വരും. കാരണം അതെന്താണെന്നുള്ളത് റീസൺ കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഇൻഷാ അല്ലാഹ് വരുന്ന വീഡിയോയിലൊക്കെ ആയിട്ട് ഞാൻ ഷെയർ ചെയ്യുക. കാരണം നമ്മുടെ ജീവിതത്തിൽ മാറ്റി വെക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഇതുപോലെയുള്ള കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വേണ്ടി വരുമല്ലോ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. കാരണം ഇപ്പൊ എനിക്കൊരു വയ്യായി വന്നപ്പോഴാണ് എൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാർ എങ്ങനെ അതുപോലെ തന്നെയാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് നിൽക്കുന്നുള്ളത് ശരിക്കും എനിക്ക് മനസ്സിലായത്. പിന്നെ നമ്മൾ ഈ വീഡിയോസ് പെൻഡിങ്ങിൽ വന്ന ഈ സമയത്ത് നമുക്ക് എന്താ പറയുക, നമ്മൾ ചെയ്യേണ്ട നമുക്ക് ഏറ്റെടുത്ത കുറേ ഉത്തരവാദിത്തങ്ങളുണ്ടല്ലോ, അതിന് കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലത്തെ പെൻഡിങ്ങിൽ വെച്ച മെയിൻ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു കൊളാബ് വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതും കൂടി ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്കിൻ കെയർ പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്തി തരാൻ പോകട്ടാ. അപ്പോൾ ഒന്ന് ലാക്മിയുടെ ഈ ഒരു സൺസ്ക്രീൻ ആണ്. അപ്പോൾ ഇപ്പം നല്ല ചൂടും കാര്യങ്ങളാണല്ലോ. അപ്പോൾ ഈ ഒരു സൺസ്ക്രീനും അതുപോലെ തന്നെ ഇതാ പിന്നെ എന്താണ് SPF 15++++ വരുന്ന, അതായത് 3-4+ എക്സ്ട്രാ വരുന്ന ഒരു സൺസ്ക്രീനാണ് ഇതിട്ട്. അത് നല്ല അടിപൊളി സൺസ്ക്രീനാണ്. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് കറക്റ്റ് ഇതിൻ്റെ റിവ്യൂ അറിഞ്ഞൂടെ. പക്ഷേ ഞാൻ ഒരുപാട് റിവ്യൂ കണ്ടതിൽ ബെസ്റ്റായിട്ട് തോന്നി. പ്രത്യേകിച്ച് ഓയിലി സ്കിന്നുകാർക്കും അതുപോലെ ഇപ്പോഴത്തെ ചൂടിൽ നിന്ന് നമ്മളെ രക്ഷ നേടാനൊക്കെ എപ്പോഴും SPF 15+++ ഉള്ള സൺസ്ക്രീനുകൾ നോക്കി വാങ്ങിക്കട്ടെ, അതായിരിക്കും ഏറ്റവും ബെറ്റർ ഉണ്ടാവുക. അപ്പോൾ അതിൽ പെടുന്ന 2 സൺസ്ക്രീനാണിത്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കാരണം ഇപ്പം നല്ല ഓഫറിൽ ഇത് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ 2ൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇത് ഞാൻ എനിക്ക് വേണ്ടി സ്പെഷ്യൽ വാങ്ങിച്ചൊരു സംഭവമാണ്. കാരണം എല്ലാവർക്കും അറിയില്ല, ചിക്കൻ ബോക്സും കാര്യങ്ങളും വന്നപ്പോൾ ഇതിൻ്റെ തലയിലൊക്കെ നിറയെ ഇതിൽ പൊന്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ തലയൊക്കെ ഒരു കണക്കായി കിടക്കുകയാണ്. കൂടുതൽ ഇടയ്ക്ക് ശരീരം തന്നെ മൊത്തത്തിലൊന്ന് ലെവലാക്കി എടുക്കേണ്ട അവസ്ഥ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തലയ്ക്ക് വേണ്ടി, അതായത് മുടിക്ക് വേണ്ടിയിട്ട് ഞാൻ മെയിനായിട്ട് വാങ്ങിച്ചൊരു സംഭവമാണ് മാമാ എർത്തിൻ്റെ ഒനിയൻ എയർഫോൾ കണ്ടീഷണർ കേട്ടോ. അപ്പോൾ ഇനി ഇതൊക്കെ വെച്ച് ഇതിൻ്റെ മുടിയും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കി കൊണ്ടുവരണം. അതുപോലെ തന്നെ മിനി മിസ്റ്റിൻ്റെ ഈ ഒരു സ്കിൻ എന്താ ഇതില്ലേ, ഈ ഒരു സംഭവം നല്ല ഒരു ഇതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വൈറ്റമിൻ B5 10% പിന്നെ മോയ്സ്ചറൈസ്ഡ് ആയിട്ട് വരുന്ന ഒരു ക്രീമാണ് ഇതിട്ട്. അപ്പോൾ അതായത് നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ സൺസ്ക്രീനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്ന് വെച്ചാൽ ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് നോക്കാൻ നല്ല അടിപൊളി റിസൾട്ട് ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു 4 പ്രോഡക്റ്റ് ഇതിൻ്റെ ലിങ്ക് ഇപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നല്ല ഓഫർ റേറ്റിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. പിന്നെ നമ്മൾ റിയ എഴുതിയുന്ന ഐക്കോണിക് കാജൽ ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു കാജലും നല്ല ഓഫർ റേറ്റിൽ ഇപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഇതൊക്കെ കോംബോ ഓഫറാണ് കേട്ടോ. ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്നുള്ളൊരു ഓഫറും കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വേണ്ടവരാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ വാങ്ങിക്കോളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. എന്തായാലും റിയയുടെ പുതിയ കൂടുതൽ എപ്പിസോഡുകളായിട്ട് നമ്മൾ അടുത്തുള്ള ദിവസങ്ങളിൽ വരാൻ വിചാരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇതുവരെ മുടങ്ങിക്കിടക്കുന്ന എല്ലാവരും തുടർന്ന് കാണുക, കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. കൂടെ നമ്മുടെ സുഖവിവരങ്ങൾ അന്വേഷിച്ച എല്ലാവരോടും ഒരുപാട് താങ്ക്സും കൂടി അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം.